മക്കളെ റാത്തല്ല നിങ്ങളിതാ ചെതൽ വരാതിരിക്കാൻ ഒരുപാട് മെത്തേഡ് ചെയ്യുന്നുണ്ട്. ഇതിന് മേലെ കറുത്ത പെയിൻ്റ് അടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ കോട്ടാക്കിയിട്ട് കുറ്റിയൊക്കെ ഉണ്ട്. ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല. ഞാൻ പൊള്ളരല്ല, നിങ്ങൾ അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇതാ ഒരു കാറിൻ്റെ കടയിൽ, സഫാരി മോട്ടോഴ്സ് അല്ലാത്ത വേറൊരു കാറിൻ്റെ കടയിൽ ഈ സാധനം കുത്തി വെച്ച് ഓട്ടാക്കിയിട്ട് ഫുള്ള് റെഡിയാക്കി ഇപ്പോൾ അവിടെ വീണ്ടും ചെതൽ വരാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ പഠനങ്ങൾ നടത്തുമ്പോഴാ പിന്നെ മറ്റേ കറുത്ത കെമിക്കൽ അടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടും കാര്യമില്ല. കാരണം എന്താ പറയുക, ഇതിമെന്നാണ് ചെതൽ കയറുന്നത്. ഇതിമെന്നിട്ട് ചെതൽ കയറുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇതിനൊരു കാലാവധി ഉണ്ടാവും. എന്ത് വാട്ടർ പ്രൂഫിനും ഒരു കാലാവധി ഉണ്ടാവും. പക്ഷേ കോൺക്രീറ്റിന് എന്താ, നിങ്ങൾക്ക് കാലാവധി നല്ല കൂട്ടാണോ, നിങ്ങൾക്ക് ഒരിക്കലും കാലാവധി നിശ്ചയിക്കാൻ പറ്റില്ല. അൺലിമിറ്റഡ് ആണത്. അത് എത്ര കാലം അതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ അത്ര കാലം പോകും. അപ്പോൾ നിങ്ങളിതാ പുറത്ത് ആദ്യം നാനോ കോൺക്രീറ്റ് ഇതേപോലെ ഫുള്ള് സെറ്റപ്പിൽ ചെയ്യാം. നല്ല സെറ്റപ്പിൽ വൃത്തിയാക്കി നല്ല ഇടിച്ചിട്ട് നാനോ കോൺക്രീറ്റ് ചെയ്യുക. കമ്പി ഒരു മണ്ണാങ്കട്ടി കിട്ടണ്ട, നല്ല ഇടിച്ച് സെറ്റപ്പ് ആക്കിയിട്ട് എന്താ ചെയ്താൽ മതി, ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഒരു ചെതലോ കാര്യങ്ങളോ ഒന്നും വരില്ല. 100% ഗ്യാരണ്ടിയാണ്. പിന്നെ ഇപ്പോൾ ഇങ്ങനെ വരുന്ന ചെതലിതാ, പിന്നെ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ വേറെന്ത്, നിങ്ങളിതാ ഈ കല്ലിൻ്റെ സൈഡിൽ, ജനവാതിലിൻ്റെ സൈഡിൽ എന്ത് ചെയ്യും, താബൂക്കട്ട കെട്ടും. പക്ഷെ അവിടെ നല്ല ചെതൽ കയറില്ല, ചെതൽ അടിയുന്ന കയറില്ല. എന്തുകൊണ്ട് വരാം, മഫ് ഇട്ടാണ്ട് പെണ്ണുങ്ങളിങ്ങനെ ഉന്തും, വെള്ളം തുടച്ചാണ്ട് ഈ അടിയിക്കുണ്ട് ആക്കി കൊടുക്കും. ഇത് കട്ടിലക്കാലിൻ്റെ അടിയിക്കുണ്ട് വെള്ളം എത്തിച്ച് കൊടുക്കും. അതിൽ എന്ത് ചെയ്യും, ചെതലും കണ്ട് കയറും. അതിൻ്റെ അടിയിൽ മണ്ണാവും. അപ്പോൾ ആ മണ്ണിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് വരാൻ എളുപ്പമാണ്. കാരണം മറിച്ച് ഇങ്ങനെ ആകുമ്പോഴാ അടി കോൺക്രീറ്റ് ആണ്, അതിൽ ഒരിക്കലും ചെതൽ വരില്ല. 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ചെയ്യാൻ കഴിയുന്നവർ സാമ്പത്തികം ഉള്ളവരുണ്ടെങ്കിൽ ചെയ്തോളി. നമ്മൾ വെല്ലുവിളിയായിട്ട് പറയില്ല. വാട്ടർ പ്രൂഫും നിങ്ങൾ കെമിക്കൽ അടിച്ചിട്ടൊന്നും ചെതൽ വരാതിരിക്കൂല. പിന്നെ ഈർപ്പം കയറിനും ഇതാ ഈ ബോർഡർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. മൊത്തം കൂടി ചിലവരെന്ത് ചെയ്യും, മെറ്റൽ ബെൽറ്റ് മേലെ ഇട്ടിട്ടുണ്ടാവും. ഓർക്ക് പിന്നെ പ്രശ്നമായി. ഓരെ സംബന്ധിച്ചിടത്തോളം ഇതാ അതിന്മേൽ തന്നെ പോകണം. ഈ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന് ചെറിയ ഗ്രൗട്ട് ആ ബെൽറ്റിൻ്റെ മേലേക്ക് ചെറുതായിട്ടാണ് കയറ്റി കൊടുത്താൽ അത് സംഭവം സെറ്റായി. ഒരു കോഴി മേടിച്ചിട്ടുണ്ടാകുന്നത്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ചെയ്യാൻ സാമ്പത്തികമുള്ളവർ എന്ത് ചെയ്തോളി, ഇങ്ങനെ പണിയെടുത്തോളി. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഈ പണി എടുക്കുകയാണെങ്കിൽ ഒരുതുകൊണ്ട് പേടിക്കണ്ട നിങ്ങൾ. ഓക്കെ, ഇത് സെറ്റ് പണിയാണ്. എന്താ വെച്ചാൽ എന്തായാലും നിലം കോൺക്രീറ്റ് നമ്മൾ ഫുള്ള് ചെയ്യണം. അപ്പോൾ അതിനേക്കായി നല്ല ഇതാ പല ആരിയിട്ട് ഫുള്ളാണ് കോൺക്രീറ്റ് ഇട്ടാൽ ഒരു ചൊറിയില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ അടിയിൽ വെൽറ്റുമായി, മേലെ വെൽറ്റായി. ഞാൻ പറഞ്ഞില്ല മുമ്പ് സ്പൈഡർമാൻ്റെ ആ പുറത്തെടുക്കുന്ന ആ സാധനമായി ഫുള്ള് സെറ്റ് ഇട്ടാം. മാഷാ. ഓക്കെ, എന്താ പറയുക, നല്ല പുടുത്തക്കാരന് ലെവലിങ്, ആ മിക്സർ മെഷീന് ഫുള്ള് സെറ്റാണ്. ഒന്നും പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഓക്കെ, ഒന്നും പേടിക്കാനില്ല, ഫുള്ള് റെഡിയാവും.